ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. എൻ്റെ പേര് അനീറ്റ. ഇതെൻ്റെ ഹസ്ബൻഡ് സണ്ണി തോമസ്. ഇത് ഞങ്ങളുടെ മക്കൾ ഇവാൻ ഇമ്മാനുവൽ സണ്ണി ആൻഡ് എവലിൻ മരിയ സണ്ണി. എന്നെയും എൻ്റെ കുടുംബത്തെയും മാതാവ് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഇവിടെ ഒരുക്കിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എനിക്കതിനുള്ള യോഗ്യതയോ അർഹതയോ ഒന്നുമില്ല. എന്നിരുന്നാൽ പോലും ഈശോയും അമ്മയും എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് എന്നെ ഇവിടെ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് എണ്ണിയാൽ തീരാത്ത ഞാൻ നന്ദി പറയുന്നു. ആദ്യമായി ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത് 2024 ഡിസംബർ 20 തീയതിയാണ്. അന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും വന്നാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. അന്ന് ഉടമ്പടി എടുക്കാൻ വരാനുണ്ടായ സാഹചര്യം എന്തെന്ന് വെച്ചാൽ, എൻ്റെ മൂത്ത കുഞ്ഞിന് 3 വയസ്സായിട്ടും അവൻ സംസാരിക്കുന്നില്ലായിരുന്നു. സംസാരിക്കുന്നെന്ന് പറഞ്ഞാൽ പപ്പ മമ്മി അത്രയും മാത്രമേ അവൻ പറയത്തുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കെ ഒക്ടോബർ 21 തീയതി എൻ്റെ അനിയത്തിയുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. ആ സമയത്ത് എൻ്റെ കുഞ്ഞൊന്ന് വീഴുകയുണ്ടായപ്പം ആർക്കും അറിയില്ല, ഇവന് 3 വയസ്സ് കഴിഞ്ഞിട്ടും അവൻ പെട്ടെന്ന് ഒരു തുണി എടുത്ത് കെട്ടിത്താന്നാണ് കുഞ്ഞ് പറഞ്ഞ് കരയുന്നത്. പക്ഷേ ആർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഇരുന്നവരെല്ലാം ചോദിച്ചു, കുഞ്ഞെന്നാ സംസാരിക്കില്ലേ എന്ന് ചോദിച്ചു. അത് ഒരു അമ്മ എന്ന നിലയ്ക്ക് എനിക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം ഇവനൊന്നും സംസാരിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു വേദന അന്ന് എന്നെ ഒരുപാട് അലട്ടി. അങ്ങനെയാണ് ഞങ്ങൾ ഡിസംബർ 20 തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. 20 തീയതി ഉടമ്പടി എടുത്തു. ജാനുവരി ഒരു ഫസ്റ്റ് വീക്കായില്ല, കുഞ്ഞ് പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ അവന് വിശുദ്ധ തൈലം കുരിശ് വരച്ച് അവൻ്റെ നാവിൽ പുരട്ടുമായിരുന്നു. പിന്നെ ഡെയിലി അവന് ഉപ്പും തൈലവും ഞാൻ കൊടുക്കുമായിരുന്നു. അവനത് ചോദിക്കാൻ തുടങ്ങി, എനിക്ക് ഉപ്പും തൈലവും താന്നുള്ള രീതിയിൽ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ പുരട്ടിയതിൻ്റെ ഫലമായി എൻ്റെ കുഞ്ഞ് പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. അതിനു മുന്നേ അവനെ ഞാൻ അംഗനവാടി വിടുമ്പോൾ അംഗനവാടി പോയിട്ട് അവർ പറയും, കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുപോയിക്കോ, കുഞ്ഞ് വർത്താനം പറയുന്നില്ല, അവൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയിക്കോ, അവൻ സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷം കൊണ്ടുവന്നാൽ മതി എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. പക്ഷേ ഈ ഉടമ്പടി തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായി കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ അവനെ 2 മാസത്തേക്ക് ഞങ്ങൾ അംഗനവാടി കൊണ്ടുവിടാൻ തുടങ്ങി. അപ്പോൾ ഇവൻ തന്നെ പറയാൻ തുടങ്ങി, എനിക്ക് സ്കൂളിൽ പോകണമെന്നായി. അപ്പോൾ 3.5 വയസ്സാകുന്നു. അന്നേരം ഞങ്ങൾ കൊണ്ട് സ്കൂളിൽ ചേർത്തു. അതിന് ശേഷം കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ അവൻ UKGയിലാണ്. ഇവൻ അത്യാവശ്യ കാര്യങ്ങൾ പറയും, സ്കൂളിൽ പഠിക്കാനും കുഴപ്പമില്ല. പക്ഷേ ആ സമയത്ത് അവന് ഭയങ്കര ഹൈപ്പർ പോലെ, അവന് പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഭയങ്കര ദേഷ്യം വരുമായിരുന്നു. എന്താ ചെയ്യുന്ന, കൈ കിട്ടുന്ന എല്ലാം എടുത്ത് എറിയുമായിരുന്നു. ഇപ്പം ഇച്ചിരി കുസൃതി ഉണ്ടെങ്കിലും അവനൊരിച്ചിരി ശാന്തമായിട്ടിരിക്കാൻ കുറേയൊക്കെ അവൻ ഒത്തിരി മാറി. എന്ന് വെച്ചാൽ ഒന്ന് നശിപ്പിക്കുന്നതൊക്കെ ഒരുപാട് കുറഞ്ഞു. കുറച്ച് നേരം ഇരിക്കാനും നമ്മളോടെല്ലാം കൂടി വർത്താനം പറയാനും കുറേ ഇതായി. ഇപ്പം അങ്ങനെ അവന് ആദ്യത്തെ അനുഗ്രഹം ഞങ്ങൾക്ക് അതാണ് കിട്ടിയത്. പിന്നെ ഞാൻ ഉടമ്പടിയിൽ അങ്ങനെ ഇരിക്കുക. പിന്നെ ഞാൻ ഉടമ്പടി മീൻസ് എനിക്ക് കിട്ടിയെങ്കിലും ഞാൻ അധികം കാരുണ്യ പ്രവർത്തികളോ പ്രേക്ഷിത പ്രവർത്തനങ്ങളോ ഒന്നും ചെയ്യാൻ തുടങ്ങിയില്ല. അങ്ങനെ ഇരിക്കെ 2025 ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഇടയിൽ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇടയിലേക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. ഞങ്ങൾക്കിടയിലൊരു സ്നേഹമില്ലായ്മ, ഞങ്ങൾക്കും ഒത്തുചേർന്ന് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തി. അങ്ങനെ ഞങ്ങൾ വേണ്ട എന്നൊരവസ്ഥയിലെത്തിയപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എന്നെ മാതാവ് ഇവിടെ വിളിച്ച് വരുത്തിയിട്ട് ഞാൻ ആ ഉടമ്പടി തുടരാത്തതിൻ്റെ ഒരു ഇതായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും വന്ന് വീണ്ടും പുതിയ ഉടമ്പടി എടുത്തു. അന്ന് എനിക്ക് അച്ഛനെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് പോയത്. പക്ഷെ അന്നേരം പറഞ്ഞു, ഇല്ല, 90 ദിവസം കഴിഞ്ഞിട്ടേ അച്ഛനെ കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി ജീവിതം നയിച്ച് എന്നും പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ ധ്യാനം എല്ലാം നന്നായിട്ട് കൂടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒന്നിക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും അച്ഛൻ ഒരു ദിവസം ധ്യാനത്തിൽ പറയുകയുണ്ടായി. ഡിസംബർ 9 തീയതി അച്ഛൻ ധ്യാനത്തിൽ പറയുകയുണ്ടായി, ഒത്തുചേർന്ന് പോകാൻ പറ്റാതെ ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്ന ഒരു ഫാമിലി 74 പക്കം ഒന്നിക്കുന്നു എന്ന് പറഞ്ഞ് അച്ഛൻ ധ്യാനത്തിൽ പറയുകയുണ്ടായി. പക്ഷെ ഞാൻ ആ ധ്യാനം കൂടുന്നത് 11 തീയതിയാണ്. ഞാൻ ആ ധ്യാനം അന്നേരം മനസ്സിൽ വിചാരിച്ചു, ഇത് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും, അച്ഛനിലൂടെ ഈശോ ഞങ്ങളോട് സംസാരിക്കുന്നതാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു. അങ്ങനെ ഒന്നിക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും പോയപ്പോൾ ഒരു മീഡിയേഷനിലൂടെ അവർ തന്നെ ഞങ്ങൾക്ക് ഡേറ്റ് തന്നു. നിങ്ങൾ പോയിട്ട് ഒരു 20 തീയതി വരാമോ എന്ന് ചോദിച്ചു. ഫെബ്രുവരി 20 തീയതി വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് നോക്കി. ഈ ഫെബ്രുവരി 20 പ്രത്യേകത നോക്കിയപ്പോൾ അന്നാണ് കാണുന്നത് 74 എന്ന് അച്ഛൻ പറഞ്ഞ ആ ദിവസമായിരുന്നു ആ ഫെബ്രുവരി 20 എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിന് ലൂക്ക 1:37 ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു, ദൈവത്തിനൊന്നും അസാധ്യമല്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ പൂർണ്ണമായും വിശ്വസിച്ച
ഒരു വചനമുണ്ട്. അത് മത്തായി 9:19-6. തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഏക ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്താതിരുത്തട്ടെ. അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഇത് നീ വിധിച്ചതാണെങ്കിൽ നീ തരിക, ഇല്ല നീയായിട്ട് എടുത്തു മാറ്റുന്നതാണെങ്കിൽ മാറ്റിക്കോ, പക്ഷേ അത് സഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. പക്ഷേ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുകയും ഞങ്ങളെ സന്തോഷത്തോടെ വീണ്ടും ഈ റിയൂണിയൻ തന്ന് ഞങ്ങളെ ഇങ്ങനെ ഒരുമിപ്പിക്കുകയും ചെയ്തതിന് മാതാവിനും ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ പ്രശ്നം നടക്കുമ്പോൾ ഒരുപാട് പേര് ഞങ്ങളെ പരിഹസിക്കാനുണ്ടായിരുന്നു. അതും ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ തന്നെ ഒരുപാട് പേര് ഞങ്ങളുടെ ജീവിതം തകരുന്നത് കണ്ട് സന്തോഷിച്ച ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം ഉള്ള മറുപടിയാണ് ദൈവം ഞങ്ങളെ യോജിപ്പിച്ച ഈ റിയൂണിയൻ. പിന്നെ ആ സമയത്ത് മൂന്നാമത്തെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് അവളുണ്ടായപ്പം തൊട്ട് അവൾക്കൊരു ചെറിയ ശ്വാസമുട്ടലിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അവൾക്ക് എന്നും ഇൻഹേലർ യൂസ് ചെയ്യണമായിരുന്നു. എല്ലാ മാസവും ഞങ്ങൾ ആദ്യം അവസാനവുമായിട്ട് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പതിവായിരുന്നു. അങ്ങനെ ഇവൾ ഇൻഹേലർ രാവിലെയും വൈകിട്ടും 2 പഫ് വേദം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടമ്പടി എടുത്തു. അന്ന് മുതൽ ഞാൻ കുഞ്ഞിന് ഉടമ്പടി തൈലവും ഉപ്പും കുരിശ് വരച്ച് കൊടുത്തതിൻ്റെ ഫലമായി എൻ്റെ കുഞ്ഞ് അതിനുശേഷം ഇന്ന് വരെ ഇൻഹേലർ യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ ഇവൾ രാത്രി കിടന്ന് കരയുക പതിവായിരുന്നു. ഒരു 12 മണി കഴിയുമ്പം ആ ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് വരെ എൻ്റെ കുഞ്ഞ് കരയുകയോ ഇൻഹേലർ യൂസ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇവൾ നല്ലതായിട്ട് ഇരിപ്പുണ്ട്, ഒരു പ്രശ്നവുമില്ല. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ പത്രം ഞാൻ വിശുദ്ധ തൈലവും ഉപ്പും വെച്ച് കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിച്ചാണ് പത്രം കൊടുക്കാറുണ്ടായിരുന്നത്. ഞാൻ കൊടുക്കുമ്പോൾ പ്രാർത്ഥിക്കും, മാതാവേ, ഇത് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് ഈ പത്രം എത്തിക്കുവാൻ എന്നെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ എനിക്ക് മാതാവ് ഈശോയും തന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞ് ഞാൻ ഈ പത്രം കൊണ്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു അനാഥാലയമുണ്ട്. അവിടെ പോയി അവരെ കുളിപ്പിക്കുക, അവർക്ക് വേണ്ടുന്ന അവരുടെ വസ്ത്രങ്ങൾ കഴുകി കൊടുക്കുക, പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പിന്നെ അവരുടെ പാത്രങ്ങളെല്ലാം കഴുകി കൊടുക്കുക. അങ്ങനെ ഞങ്ങളൊരു കൂട്ടത്തിൽ ഞങ്ങളുടെ ഉടമ്പടി എടുത്ത കുറച്ച് ആൻറ്റിമാരുണ്ടായിരുന്നു. അവരുടെ ഒപ്പം ഞങ്ങൾ പോയി കാരുണ്യപ്രവൃത്തിയായിട്ട് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൈകൊണ്ട് തന്നെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി ഉപ്പും തൈലവും പ്രാർത്ഥിച്ച് അതിൽ ചേർത്ത് ദൈവനാമം മഹത്വപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വഴിയോരങ്ങളിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. അത് ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോയാണ് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞങ്ങൾ കരുണാലയം എന്ന് പറഞ്ഞ സ്ഥലത്ത് വൃദ്ധസദനം സന്ദർശിക്കാൻ പോയപ്പോൾ ഞാൻ എന്തോന്നറിയത്തില്ല, വണ്ടിയിൽ എനിക്കും ഒരു ആൻറ്റിക്കും മാത്രം മുല്ലപ്പൂവിൻ്റെ മണം ഭയങ്കരമായിട്ട്. അപ്പം ഞാൻ ഓർത്ത് ആരെങ്കിലും മുല്ലപ്പൂ ചൂടി പുറകെ നിൽക്കുന്നതായിരിക്കുന്നു. ഞങ്ങൾ നോക്കി, ആരെയും കാണുവാനില്ല. അങ്ങനെ എനിക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ഒരു തവണ കിട്ടുകയുണ്ടായി. അതുപോലെ ഞാൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മാതാവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെടുകയുണ്ടായി. പിന്നെ അതുകൂടാതെ എനിക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെട്ടിരുന്ന സമയത്ത് ഉടമ്പടിയിൽ ഉണ്ടായിരുന്ന തന്നെ ഒരു ആൻറ്റി, അവരുടെ പേര് പറയാൻ അവർ ആഗ്രഹിക്കുന്നില്ല, അവരുടെ പേര് പറയുന്നതിനോട് അവർക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ അവരുടെ പേര് പറയുന്നില്ല. എനിക്ക് ലക്ഷങ്ങളാണ് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നത്. അതും ഒരു അക്കൗണ്ട് വഴിയോ ഒന്നുമല്ല, നേരിട്ട് എൻ്റെ കയ്യിൽ കൊണ്ട് അവർ ഫാമിലി ആയിട്ട് കൊണ്ട് തരികയാണ് ചെയ്തത്. അത് ഒരിക്കലും ഇന്നത്തെ കാലത്ത് ആരും ചെയ്യുന്ന ഒരു കാര്യമല്ല. അത് മാതാവിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് എനിക്ക് ആ പൈസ കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടും എൻ്റെ ജോലി കാര്യങ്ങൾക്കൊക്കെ അത് ഒത്തിരി ഉപകരിച്ചു. അതുകൊണ്ട് ആ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തുവന്ന് മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഏഷ്യ പ്രവാചകന്റെ പുസ്തകം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ഭയപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് അനീറ്റ ഇടുക്കി തൻ്റെ അനുഭവസാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെ വാക്കുകളിൽ തന്നെ സാക്ഷി നമുക്ക് വളരെയേറെ പ്രകടമായിരുന്നു. എപ്രകാരമാണ് ഓരോ അമ്മയും മക്കളെക്കുറിച്ചുള്ള ചെറിയ ചെറിയ ആകുലതകളാണെങ്കിലും രോഗങ്ങളിലൊക്കെ സങ്കടപ്പെടുന്നത്.
ആ സങ്കടം തന്നെയാണ് ഈ മകളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. തൻ്റെ ആൺകുഞ്ഞിൻ്റെ രോഗസൗഖ്യം അത് സംസാരിക്കാനുണ്ടായിരുന്ന പോരായ്മ തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ഉറച്ച വിശ്വാസത്തോടു കൂടിയുള്ള ഉടമ്പടി നിറച്ച വസ്തുക്കളുടെ ഉപയോഗം. ഉടമ്പടി തൈലം ഉപയോഗിച്ച് വിശ്വാസ പ്രമാണത്തോടെ പ്രാർത്ഥിച്ച് ഈ മകൻ്റെ അധരങ്ങളിൽ വരക്കുമ്പോൾ പൂർണ്ണമായ ഒരു സൗഖ്യമാണ് പരിശുദ്ധ അമ്മ ഈ മകൾക്കും മകന് നൽകി അനുഗ്രഹിക്കുക ചെയ്യുന്നത്. അത് ഈ മകനെ പൂർണ്ണമായിട്ട് സംസാരിക്കുവാനും അനുഗ്രഹിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ മകൾ നേരിട്ട കുടുംബത്തിലെ വലിയൊരു സ്വരച്ചേർച്ചയാകാം, സ്നേഹത്തിലുണ്ടായിരുന്ന പോരായ്മയാകാം, അതെല്ലാം പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ അച്ഛൻ്റെ ധ്യാനം കേൾക്കുവാനും അതിലൂടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെ തൻ്റെ ഹൃദയത്തോടെ മനസ്സിലാക്കിയപ്പോൾ അതെന്നോട് തന്നെയാണ് സംസാരിക്കുന്ന തിരിച്ചറിവിലൂടെ ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലുണ്ടായി. അത് പൂർണ്ണമായിട്ടും ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. ദൈവം തന്നെയാണ് ഈ കുടുംബത്തിൽ വീണ്ടും ഇടപെട്ടുകൊണ്ട് അവരെ വീണ്ടും ഒന്നാക്കുകയും ദൈവസ്നേഹത്തിലേക്ക് വളർത്തുകയും ചെയ്തത്. നമുക്ക് പൂർണ്ണമായിട്ടും കുറച്ച് വിശ്വാസം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരങ്ങൾ ഈ കുടുംബത്തോടൊപ്പം ഉണ്ടെന്ന്. അതോടൊപ്പം തന്നെ ഈ കുഞ്ഞുമകളുടെ രോഗസൗഖ്യമാണെങ്കിലും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് ഉടമ്പടി നിറച്ച വസ്തുക്കളോട് ചേർന്നപ്പോൾ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മ ഈ കുഞ്ഞുമകൾക്കും രോഗസൗഖ്യം നൽകി അനുഗ്രഹിച്ചു. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇനി മുമ്പോട്ടുള്ള ഇവിടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇവരെ വീട് പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റട്ടെ എന്നും ഒപ്പം നമ്മുടെ ഓരോരുത്തരെ എല്ലാവിധമായ നിയോഗങ്ങളിലും പരിശുദ്ധ അമ്മ നമ്മളെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായിട്ട് മാറ്റാൻ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.